കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും, നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിനക്കു ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എപ്പോഴും കർത്താവ് നമ്മുടെ ആശ്രയമാണ്. നമുക്ക് എന്തു നന്മയാണോ ചെയ്യുവാൻ കഴിയുന്നത്, നാം ചെയ്യുന്ന ആ നന്മ ആർക്കാണോ ലഭിക്കാൻ അവകാശമുള്ളത് അവർക്ക് തന്നെ ചെയ്യുക, നിഷേധിക്കരുത്. ചിലപ്പോൾ ഒരു നല്ല ആശ്വാസ വാക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൈ സഹായമായിരിക്കാം, അതുമല്ലെങ്കിൽ കർത്താവ് തരുന്ന ഒരു വചനമായിരിക്കാം ഒരാളുടെ ജീവിതത്തെ പ്രത്യാശയോടെ നയിക്കുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, കർത്താവിൽ എന്നും ആശ്രയിച്ചാൽ തിരുവചനം നിന്നെ നയിക്കും. മനുഷ്യന് തൻ്റെ കഴിവിൻ്റെയും ബുദ്ധിയുടെയും പരിമിതികൾ ദൈവത്തെക്കാളും കുറവാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം തിരുവചനം പ്രഖ്യാപിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. സ്നേഹമുള്ളവരെ, ചിലപ്പോഴെങ്കിലും മാനസികമായി വിഷമിക്കുമ്പോൾ, മാനസികമായി തകരുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥന തുടങ്ങുമ്പോൾ നാം ആശ്രയിക്കുന്ന ദൈവം കൈവിടാതെ നമ്മെ നയിക്കും, ഇന്നും എന്നും. കർത്താവിൽ ആശ്രയിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവനിൽ ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും എന്നരുളി ചെയ്ത കർത്താവ് നമ്മെ കരുതുന്ന നല്ല ദൈവമാണ്. ആ ദൈവത്തോട് ചേർന്ന് പറയാം, കർത്താവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവിൻ്റെ പാദത്തിങ്കൽ ചേർന്ന്, കർത്താവേ, അങ്ങ് കരുണയുള്ള എൻ്റെ നല്ല ദൈവമാണെന്ന് വിളിച്ചു പറയുവാൻ അവിടുത്തെ പാടി നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ആശ്രയം യേശുവിനായാൽ ഞാൻ ഭാഗ്യവാൻ. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ, തളർന്നു പോകാതെ ബലം പ്രാപിക്കുവാൻ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. കാൽവരിനാഥൻ നമ്മെ താങ്ങും. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ആശ്വാസമെന്നിൽ താൻ
യേശു മാത്രം അഭയമാണ്. എൻ്റെ നാൾ മുഴുവനും എനിക്ക് വിശ്വസിച്ച് പ്രത്യാശയോടുകൂടി എന്നെ നയിക്കുവാൻ എൻ്റെ കരം പിടിക്കുന്ന, എന്നെ താങ്ങുന്ന നല്ല നാഥൻ, എൻ്റെ കാൽവരിനാഥൻ യേശു മാത്രം. നല്ല കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കർത്താതി കർത്താവായി വാഴുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഒരു നല്ല രക്ഷകൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ ആ ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നമുക്ക് നീങ്ങാം. കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ, മൃത്യുവേ വെന്നവൻ, അത്യുന്നതൻ വിണ്ണിൽ കർത്താധി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. നമ്മുടെ കഷ്ടപ്പാടുകളെ നന്മയാക്കി മാറ്റുന്ന നല്ല ഒരു ദൈവം, നമുക്ക് ജീവനും ജീവശ്വാസവും നൽകി നമ്മെ നടത്തുന്ന ഒരു നല്ല ദൈവം, ഇത്ര സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിച്ച കർത്താവിനെ പാടി സ്തുതിക്കാം. അവിടുന്ന് എത്രയോ വലിയ ദൈവം. അങ്ങേ സ്തുതിക്കുന്നു. ഇത്ര സൗഭാഗ്യം ദീക്ഷിതിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത
യേശുവേ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും കർത്താവിൻ്റെ സംരക്ഷണവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.